ഇതൊരു സിനിമയാണ് ആക്ച്വലി. ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന അതിൽ എന്തെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ടാവില്ല. ഒരു ആ രീതിയിൽ ആൾക്കാർക്ക് കാണാവുന്നൊരു സിനിമ, ചെറിയൊരു ത്രില്ലുണ്ട്, ഒരു ക്രൈമുണ്ട്, അങ്ങനെ എൻഗേജ് ചെയ്യിക്കുന്നൊരു സിനിമ. പിന്നെ ജിത്തുവിൻ്റെ ഒരു സിനിമ എന്ന് നമ്മൾ ആദ്യം പ്രയോറിറ്റി ഇല്ല, നമ്മൾ കാണും. പിന്നെ നമ്മൾ സിനിമ ചെയ്തൊരു വലിയ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, രണ്ട് ഈഗോ ക്ലാഷസ് ഉണ്ട്. ഒരു ജിത്തു സിനിമ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലൊരു നായകൻ്റെ പറഞ്ഞ മേഖലയെ പറ്റിയൊന്നും നമുക്ക് ആലോചിക്കാൻ സമയമില്ല, നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാന്ന് മാത്രമല്ല. ഞാൻ പറഞ്ഞു, നമ്മളൊരു സ്ക്രീൻ പ്ലേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇത് പക്ക ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് വേണ്ട മൂവിയാണ് ആക്ച്വലി. കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഒരു ടൈം ബാറിനുള്ളിൽ നമുക്ക് വലിയൊരു കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് തീർക്കണം. അപ്പോൾ അതിന് ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട് വേണം, നമ്മൾ അഭിനയിച്ചുകൊണ്ട് മാത്രമായില്ല. അപ്പോൾ എല്ലാം ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്കിൽ നമ്മളിന്ന് ചെയ്തു. പിന്നെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുന്ന, 1 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ നടക്കുന്നതാണ് നമ്മുടെ ഇൻ്റർവെല്ലിന് ശേഷമുള്ളൊരു ഏരിയ. അപ്പോൾ അത് എത്രത്തോളം ബ്രില്യൻ്റ് ആക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഡിസ്കഷനും കാര്യങ്ങളൊന്നും മാക്സിമം ചെയ്യാന്നല്ലാതെ എനിക്ക് കഥയ്ക്കപ്പുറമോ അല്ലാത്ത രീതിയിലോ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനോട് മാക്സിമം നീതി പുലർത്ത്, ആ ടെൻഷൻ മാക്സിമം ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ നമ്മൾ പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ 10-30 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പല സീൻസും പല ഓർഡറിലല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ കണ്ടിന്യൂറ്റി പറ്റി അങ്ങനത്തെ മേഖലകളിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ടെൻഷൻ. നമ്മുടെ ഒരു ആക്ടിങ് കണ്ടിന്യൂറ്റി എപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ മേഖലകളൊക്കെയാണ്. പിന്നെ വളരെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഫുൾ നൈറ്റായിരുന്നു ഷൂട്ടിങ്. നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സന്തോഷമുണ്ട്. നല്ല ശ്രമകരമാണ് ആക്ച്വലി. ഞാൻ ഒരുപാട് ഒരു പോലീസ് ക്യാരക്ടേഴ്സ് ഒരുപാട് വരുന്നുണ്ട് എനിക്ക്. നമുക്ക് കുറച്ച് മടുപ്പുണ്ട് തന്നെ പറയാം. അതിൽ നിന്ന് ബെറ്ററായിട്ട് സെലക്ട് ചെയ്യാൻ ഒരു സിനിമ കഴിയുമ്പോൾ നമ്മളൊരു പെർഫോമൻസ് വഴി ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു ബെറ്റർമെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി ഒരു ക്യാരക്ടറിനെ പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കും നമ്മൾ. ഈ സിനിമ അത്തരത്തിൽ എനിക്കൊരു സേഫ് ഏരിയ ആയിരുന്നു. കാരണം ജിത്തുവിൻ്റെ ഡയറക്ഷനിൽ എനിക്ക് പെർഫോം ചെയ്യാൻ നല്ല സ്കോപ്പുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ സേഫ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇപ്പം ജോജു മറ്റ് ആർട്ടിസ്റ്റുകളും എല്ലാം ഉണ്ട്. ആ രീതി വേറൊരു നെഗറ്റീവ് ഷെയ്ഡുണ്ട് ഈ ക്യാരക്ടറിന്. ഒരുപാട് ഇമോഷണൽ, അങ്ങനത്തെ ഒരുപാട് തലങ്ങളിൽ കൂടെ നമുക്ക് ഒരു ആക്ടർ എന്നതിൽ പരീക്ഷണം നടത്താനുള്ള ഏരിയകളുണ്ട്. എനിക്ക് പറ്റുന്ന സ്കോപ്പുണ്ട്. ആ രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വനിതാ പോലീസും കൂടി ഉള്ളൂ ചെയ്യാൻ. അതിനൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? എനിക്കിഷ്ടമാണ് ആക്ച്വലി ചെയ്യാൻ, വളരെ ഇഷ്ടമാണ് എനിക്ക്. അത് പെർഫോം ചെയ്യാൻ സ്കോപ്പ് കൂടുതൽ അവിടെ. മറ്റേ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. ഒരു ലീഡ് റോൾ, ഒരു ഹീറോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എവിടെയെങ്കിലും നമ്മൾ കിട്ടിയിടേണ്ടി വരും. വലിയ കെട്ടുപാടുകളില്ലാതെ നമുക്ക് കൊണ്ടുപോകാവുന്നു, തടിയൂരി രക്ഷപ്പെട്ടു പോകാവുന്നു. നെഗറ്റീവ് ഷെയ്ഡ്സ് തന്നെയാണ്. സട്ടിലിറ്റി ഉണ്ടല്ലോ ഇതിനകത്ത്. അയാൾക്ക് ഒരു പ്രത്യേക കാര്യത്തിനോടുള്ള ഒരു ആർത്തി കാണിക്കുന്ന സട്ടിലിറ്റി ഉള്ള ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഫ്ലാഷ് ബാക്കിലും ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ അങ്ങനെയാണ്. അപ്പം അവിടെ എന്തായിരുന്നു കമ്മ്യൂണിക്കേഷൻ? ഇയാൾക്ക് ഒരു കാര്യത്തിനുള്ള ഒരു കൊതി എങ്ങനെ കാണിക്കണം, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നായിരുന്നു ഒരു ഡിസ്കഷൻ. അപ്പോൾ ഡിനു എഴുതിയിട്ടുള്ള പോലെ തന്നെ ജിത്തുമായിട്ട് നമ്മൾ ഓരോ സീൻ നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം ഈ സീൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഓർഡറിൽ എടുത്തത് ആ സീൻസ് തന്നെ ആയിരുന്നു. എടുത്തപ്പോൾ നമ്മളതിൽ എവിടെയൊക്കെയോ എവിഡൻ്റ് ആയിട്ട് തോന്നും ഇയാൾക്കൊരു ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ പോകണോ ജിത്തു, അപ്പോൾ നമ്മളത് ഒളിച്ചു വെച്ചിട്ട് പിന്നെ റിവീൽഡായാൽ മതി. ജിത്തുവിന് കിട്ടിപ്പോയിക്കോട്ടെ. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് ആൻ്റണി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും. ആ ഒരു ചെറിയൊരു കറക്ഷൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണെന്നൊക്കെ ഓരോ സീനിന് മുമ്പ്. കാരണം ഇത് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. കാരണം ഈ ചെറിയൊരു ടൈം ബാറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് പാളിപ്പോകാൻ വളരെ ചാൻസുകളുണ്ട്. കാരണം നമ്മൾ പല ദിവസങ്ങളിലും പല സമയത്തും ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കണ്ടിന്യൂറ്റി നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. കാരണം വന്നൊരു സ്പീഡും ഒക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഏരിയ ഇപ്പോൾ ഓരോ സീനിന് മുമ്പ് ഡിസ്കസ് ചെയ്യും നമ്മളിത് എങ്ങനെ ആയിരിക്കണം, ഇവിടെ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ചെയ്യണോ, കുറച്ചും കൂടെ സെറ്റിലായിട്ട് ചെയ്യണോ, എല്ലാം നമ്മളൊരു ടീം വർക്കാണ്, ഡിസ്കഷനിൽ പോകുന്നതാണ്. അതിന് ഇത്തരം സബ്ജക്ട്സ് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ കറക്റ്റ് എന്താണെന്ന് തോന്നുന്നു, ആ രീതിയിൽ പോകുന്നു. പിന്നെ ടോട്ടലി കാണുമ്പോൾ അത് ഓക്കെ ആയിരിക്കുന്നത് നമ്മളൊരു തീരുമാനമാണ്. വർക്കൗട്ട് ആവുമെന്ന് നമ്മൾ വിചാരിക്കണം. വർക്കൗട്ടായാലും സന്തോഷം. ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നില്ല നമ്മൾ. ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത്, നമുക്ക് സിനിമയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. നമ്മൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്ത് പോകുന്നു. പിന്നെ ബെറ്റർമെൻറ്റിനെ നമ്മൾ ആഗ്രഹിക്കില്ല ഓരോ ക്യാരക്ടേഴ്സ്. ആ സമയത്ത് വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്നു. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്കൊരു ആർട്ടിസ്റ്റാണ്, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പ്രൂവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സെർച്ച് ചെയ്യും. നമുക്ക് വരുന്നതും ചെയ്യാൻ വേണ്ടി എടുത്താണോ അങ്ങനെ? ഇതൊക്കെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. നമ്മൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞാൽ ഈ മാറ്റങ്ങൾ, ഇപ്പോൾ കോമഡി ആണെങ്കിൽ തന്നെ ഒരു സീസണിൽ വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ കോമഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല ആൾക്കാർക്ക്. പിന്നെ മേരിക്കൊട്ടൊരു കുഞ്ഞാടുന്നൊരു സിനിമയിൽ ഹ്യൂമർ എങ്ങനെ എവിടെ ഒരു ആ ഷെല്ല് ബ്രേക്ക് ചെയ്തപ്പോഴാണ്. പിന്നെ കുറച്ച് സിനിമകൾ എനിക്ക് അങ്ങനെ ഹ്യൂമർ ബേസ്ഡ് ആയിരുന്നു. പിന്നെ വെള്ളിമൂങ്ങ് കഴിഞ്ഞപ്പോൾ വെള്ളിമൂങ്ങ ലൈൻ തന്നെയായിരുന്നു കുറേ. നമ്മളിൽ നിന്ന് മാറാൻ നോക്കും. പിന്നെ നമുക്ക് വരുന്ന കഥകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജിത്തുവിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക്
ജിത്തുവിൻ്റെ മറ്റു സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ എൻഗേജ് ആയിട്ട് കണ്ടുള്ള സിനിമകളാണ്. പിന്നെ ജിത്തുവിന് അതിൻ്റെ ഒരു ക്രാഫ്റ്റ് അറിയും, ഇത്തരം സിനിമകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബ്രില്യൻസ് ഭയങ്കരമായിട്ടുണ്ട് ജിത്തുവിന്. അപ്പോൾ എനിക്ക് എൻ്റെ മേഖല മാത്രം സൂക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിൽ വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾ സേഫ് സോൺ പിടിക്കുക എന്ന് പറയില്ലേ, ആ രീതിയിൽ ജിത്തുവിൻ്റെ മൂവിയാണ് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കും, പിന്നെ മാക്സിമം കൂല് കാരിക്കാനുള്ള ചാൻസുള്ള ക്യാരക്ടേഴ്സ് നോക്കും, സേഫായിട്ടുള്ള ജോണർ പിടിക്കുന്നു പറയും. അത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉള്ള, തിയേറ്ററിൽ ആക്സെപ്റ്റൻസ് ഉള്ള, നമ്മളെ അംഗീകരിക്കുന്ന സിനിമ വർക്കൗട്ട് ആവുന്ന, സിനിമ തിയേറ്ററിൽ ഹിറ്റാവുന്ന, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മളൊരു ക്യാരക്ടർ സെലക്ട്. ഇപ്പോൾ എനിക്കൊരു ആക്ടർ എന്ന രീതിയിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കള്ളൻ്റെ ആണെങ്കിലും ഒരു പോലീസിൻ്റെ എന്താണെങ്കിലും നമുക്ക് പെർഫോമൻസിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഏത് ക്യാരക്ടറാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇത് ശ്രദ്ധിക്കാറ്.